ഈ പ്രപഞ്ചം ഉണ്ടാക്കി അതിനകത്ത് കയറി നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് പ്രപഞ്ചത്തിൽ നമ്മൾ കയറിയിരുന്ന് വിസ്തൃതമായ പ്രപഞ്ചത്തെ കാണുമ്പോഴാണ് അജ്ഞാനമല്ലെങ്കിൽ മായ ഇതുള്ളതാക്കി നമ്മെ തോന്നിപ്പിക്കുന്നത്. ധ്യാനം കൊണ്ടല്ലാതെ വിഷയലോകങ്ങളുള്ളപ്പോൾ ധ്യാനിച്ചാൽ മായ ഉറയ്ക്കുകയല്ലാതെ മായ പോവില്ല. അത് ഓജസ്സിനെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും. വിരാഗത വന്നിട്ടുള്ള ധ്യാനാത്മകത കൊണ്ടല്ലാതെ ഈ ശാസ്ത്രം ബോധ്യപ്പെടില്ല. ഇതാണ് ഇതിന്റെ പ്രക്രിയയുടെ പരമപ്രധാനമായ അംശം. ഇപ്പൊ സത്വാഹങ്കാരം, രജോഹങ്കാരം, തമോഹങ്കാരം, 3 അഹങ്കാരങ്ങളിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്. അപ്പൊ അഹം തത്വത്തിലാണ് എല്ലാം ആവിർഭവിക്കുന്നത്. അഹങ്കാരാത്മകമാണ് ഈ പ്രപഞ്ചം. ഇനി അത് എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത്? ശൂന്യ സാമാന്യ വിശേഷ പ്രക്രിയയിലാണ്. വളരെ സിമ്പിളാണ് പഠിക്കാൻ. വാസന മാറി നിൽക്കുമെങ്കിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് വഴിയെ നടന്നു പോകുന്നു, വളരെ എളുപ്പത്തിൽ പഠിക്കാം. വഴിയെ നടന്നു പോകുന്നു, ആ നടന്നു പോകുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്താണ് വഴിയിൽ നിങ്ങൾ വെള്ളം കോരുന്ന ടയറ് കിടക്കുന്നത്. ഇപ്പൊ ടയർ കൊണ്ടാണല്ലോ വെള്ളം കോരുന്നത്. മനസ്സിലായില്ല? ടയറിങ്ങനെ കയറ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് വെള്ളം കോരുന്നത്. അപ്പൊ അതിങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന്റെ തല അനങ്ങുന്നുണ്ട്. കാരണം ആ നീളമുള്ള, കുറച്ച് നീളമുള്ളതിന്റെ അങ്ങേയറ്റത്ത് ഒരു തവള അതിൽ കയറി ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ തല ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അടുക്കലെത്താറായി. പെട്ടെന്ന് നിങ്ങൾക്ക് പാമ്പ് എന്ന ബോധം ഉണ്ടായി. നിങ്ങൾ ടയറൊന്നും കണ്ടില്ല. ടയർ കണ്ടാൽ പിന്നെ പാമ്പ് കാണുകയല്ല. നിങ്ങൾ പാമ്പ് മാത്രമേ കണ്ടുള്ളൂ. ഭയം വളരെ കൂടുതലുണ്ടായി ഉള്ളിൽ നിന്ന്. നിങ്ങൾ മൂർച്ഛിച്ച് അതിന്റെ പുറത്തേക്ക് വീണു. അതിന്റെ പൊക്കത്തിലാ വീണ. പാമ്പിനെ കണ്ട് ഭയന്ന് അരണ്ട് ആ പാമ്പിന്റെ മുതുകത്താണ് നിങ്ങൾ വീണ് കിടക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ബോധം വരാൻ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അതിനിടയിൽ ആരും ആ വഴിയെ പോയില്ല. പതുക്കെ ബോധം വന്നു. മെല്ലെ മെല്ലെ ബോധം വന്നപ്പോ ഇതെ പിടിച്ചുകൊണ്ട് പതുക്കെ ഉണർന്നു. വന്നു കഴിഞ്ഞപ്പം എവിടെയാണ് ഞാൻ, എവിടെയാ കിടക്കുന്നത്, എന്താ കണ്ടേ എന്ന ഒരു സാമാന്യ ബോധമല്ലാതെ വസ്തുതാബോധമില്ല. മൂർച്ഛിച്ചപ്പോൾ നിങ്ങൾ ശൂന്യാവസ്ഥയിലാണ്, ബോധമില്ല. മൂർച്ഛ ശൂന്യം, മൂർച്ഛയിൽ നിന്നുണർന്ന സാമാന്യം. ഇപ്പൊ വിശേഷമായി അറിഞ്ഞു. പാമ്പാണെന്നുള്ള ഒരു ബോധത്തോടുകൂടി തന്നെ നോക്കിയപ്പോൾ കയ്യിലായിരിക്കുന്നത് ടയറാണെന്ന് മനസ്സിലായി. ഇത്രയും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെങ്കിൽ, ഈ മൂർച്ഛിച്ചു വീണത് നിങ്ങളാണ് എന്ന് മാനസികമായി തോന്നിയെങ്കിൽ ഇനി പ്രക്രിയ എളുപ്പമാണ്. ആദ്യം ടയറിനെ നിങ്ങളുടെ താമസ അഹങ്കാരം മറച്ചു. ഞാൻ എന്ന ഏകവും അദ്വയവുമായ ബോധത്തെ മറയ്ക്കുന്നത് താമസാഹങ്കാരമാണ്. അത് മറയ്ക്കുന്നത് പിരിച്ചാണ് മറയ്ക്കുന്നത്. അത് പിരിക്കുന്നത് ഭൂതതന്മാത്രകളെയാണ്. ഭൂതതന്മാത്രകൾ തമസിൽ നിന്നുണ്ടാകുന്നവയാണ്. ബോധത്തിലെ ഭൂതതന്മാത്രകളെ മാറ്റിമറിക്കുമ്പോൾ ബോധത്തെ ഏതുമാക്കി പരിണമിപ്പിക്കുവാൻ തമസിന് കഴിയും. ഇതാണ് അവിടെ പ്രക്രിയ. എന്റെ തമസ്, എന്റെ താമസ അഹങ്കാരം പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നതിന്റെ തന്മാത്രകളിൽ ഭാവമാറ്റം വരുത്തുമ്പോൾ
അവ ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ തമസ് ആദ്യം ഈ ഭൂതതന്മാത്രകളെ മാറ്റിമറിക്കുമ്പോൾ എന്റെ ബോധം മറയുന്നു. അതിന് ആവരണം എന്ന് പറയും. എന്റെ ബോധത്തെ ആവരണം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളും പ്രാണനും എന്റെ രജസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രജസ് പ്രാണൻ വഴി എന്റെ ഇന്ദ്രിയങ്ങളിലേക്ക് വസ്തുവിനെ വിക്ഷേപിക്കുന്നു. ഈ ഉണ്ടാക്കിയ മറച്ച തമോ അഹങ്കാരം മറച്ച ഉടനെ തന്നെ, ഇതൊക്കെ ഞാൻ പറയാനെടുക്കുന്ന സമയമൊന്നും സംഭവിക്കില്ല, കാണാൻ. എന്റെ ബോധം മറയുക, പെട്ടെന്ന് പാമ്പ് ആയിട്ട് ഇതങ്ങ് ഉദയം ചെയ്യുക. അത് രജസിന്റെ പണിയാണ്. അങ്ങനെ ഉദിച്ച പാമ്പ് എന്റെ ബോധം മറച്ചിട്ടുണ്ടാക്കിയ പാമ്പ് വസ്തുവാക്കി തീർക്കുന്നത് സത്വമാണ്. എന്ത് പറ്റി ടീച്ചറെ? എന്ത് പറ്റി ടീച്ചറെ? പനിയാ സാരല്ല ടീച്ചറെ. കുറച്ചു നേരം കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകും, വളരെ പെട്ടെന്ന് പോകും. പനിയുണ്ട് എന്നുള്ള ബോധം അങ്ങ് വിട്ടാണ്. എന്നിട്ട് ടീച്ചർ ചുമ്മാ ഇരുന്നാൽ മതി, കയറ്റി പോകുമ്പോഴത്തേക്ക് പോകും. സാരം. അപ്പോ എന്റെ ബോധത്തെ ആദ്യം തമസ് മറയ്ക്കുക, അതിലേക്ക് ഭൂതതന്മാത്രകളെ ഉൽപ്പന്നമാക്കുന്ന തമസ് അവയെ പിരിച്ചു മറയ്ക്കുന്നതോടെ പ്രാണനും ഇന്ദ്രിയങ്ങളാ കാണുന്നത്. പ്രാണൻ വഴി ഇന്ദ്രിയങ്ങൾ പുതിയ വസ്തുവിനെ സൃഷ്ടിക്കുക, അതിന് വിക്ഷേപം എന്ന് പറയും. തമസിന്റെ ആവരണം, രജസിന്റെ വിക്ഷേപം. അത് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഉത്തരക്ഷണത്തിൽ മറച്ച അഹങ്കാരവുമായി അതിനെ താതാത്മ്യപ്പെടുത്തി അതുണ്ടാവുക, ഞാൻ എന്നേക്കുമായി ഇല്ലാതാവുക. ഇതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഭാരതീയ കൽപ്പന. ഇത്രയും സിമ്പിളായി. അതിലെപ്പോഴാണോ ഇന്ദ്രിയങ്ങളുടെ പരിക്ലിപ്തതകൾ അറിഞ്ഞ് വിരാഗത വന്ന് ഇന്ദ്രിയങ്ങൾ വസ്തുക്കളെ സൃഷ്ടിക്കുവാനുള്ള രജസിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്നത്, തമസിന്റെ ആവരണം നിർത്തലാക്കുന്നത്, പ്രപഞ്ചമില്ലാതായി. ഇങ്ങനെ മാത്രമേ പ്രപഞ്ചമില്ലാതാവൂ. അല്ലാതെ ഒരിക്കലും ഒരാൾക്കും പ്രപഞ്ചമില്ലാതാവില്ല. അറിവിലല്ലാതെ ഒന്നും ഇല്ലാതാവില്ല. അറിവില്ലായ്മയിലല്ലാതെ ഒന്നും ഉൽപ്പന്നമാവില്ല. കിട്ടിയിട്ടില്ല. ഈ ലോകത്തിലെ ശാസ്ത്രം, സങ്കേതങ്ങൾ സകലതും അറിവില്ലായ്മയിലാണ് ഉൽപ്പന്നമാകുന്നത്. അവിടെ എല്ലാം ആവരണവും വിക്ഷേപവും സാമഞ്ജസ്യവും സത്വരജസ്തമോ ഗുണങ്ങളാൽ നിരന്തരം നിത്യമായി നടക്കുകയാണ്. അത് വെച്ച് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ആടി തകർക്കുകയാണ്. ബോധമുദിക്കുന്നതോടുകൂടി എത്ര വിശാലമായ പ്രപഞ്ചവും എത്ര മനോഹരമായ പ്രപഞ്ചവും വിക്ഷേപാവരണങ്ങളുടെ ഈ കളിയിൽ, ഈ ആന്തോളനങ്ങളിൽ പെടുമെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ശാന്തവും സ്ഥിതിയും സംജാതമാവും. പ്രപഞ്ചവിന്യാസത്തിന്റെ വിക്ഷേപങ്ങളെ ഉളവാക്കുന്ന വിഷയപ്രവാളമായ ഇന്ദ്രിയ ലോകങ്ങളെ ഉപസംഹരിക്കാതെ പറ്റില്ലാത്തതുകൊണ്ട് കമ്പു മുറിക്കാൻ പറയുന്നു. നാരായണഗിരി ഗുരു കിളികളെ 5 അരിഞ്ഞ് കീഴ്മറിക്കും തിരുവുരുവെന്തി അകം വിളങ്ങിടേണമെന്ന് മറ്റൊരു തരത്തിൽ പറയും. അതെല്ലാം ഏതാണ്ട് ഒന്നു തന്നെയാണ്. ആചാര്യന്മാർ വിഷയപ്രവാളമായ കൊമ്പ് മുറിക്കാനാ പറയുന്നത്. കഴിഞ്ഞാൽ പിന്നെ തന്നെ മരം മറിക്കാം.
ഇതാണ് അതിന്റെ പ്രക്രിയ. ഈ പ്രക്രിയ മനസ്സിലായാൽ അഹംതത്വത്തിലാണ് ഇത് മുഴുവൻ ആവിർഭവിക്കുന്നത്. തുടർന്ന് മനസ്സ്, ബുദ്ധി, ആദികളിൽ പിന്നീട് ഇന്ദ്രിയങ്ങളിൽ, വീണ്ടും ശരീരത്തിൽ, അതിൽ പരമ്പരാരൂപത്തിൽ പുത്രകളത്രാദികളിൽ ഒക്കെ ഇങ്ങനെ പോരുകയാണ്. അപ്പൊ ഏറ്റവും ആദ്യം അഹംതത്വത്തിൽ തമസ് വന്ന് മറച്ച് രജസ് ഉൽപ്പന്നമാക്കി സത്വം അതിനെ സംയോജിപ്പിച്ച് ആദ്യം ഇന്ദ്രിയങ്ങളിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, അഹങ്കാരത്തിൽ, തുടർന്ന് അത് സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ബാഹ്യേന്ദ്രിയങ്ങളിൽ, മറ്റേന്ദ്രിയ ശക്തികളിൽ, ബാഹ്യേന്ദ്രിയങ്ങളിൽ, ആ ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്ത് വിഷയലോകങ്ങളിൽ, ആ വിഷയലോകങ്ങളിലെല്ലാം വ്യാപിച്ച് ഞാൻ തന്നെ ഇതിലെല്ലാത്തിലും അഹംവൃത്തിയായി കയറിക്കൂടി ഇതിനോടെല്ലാം മമത പുലർത്തി ഒരു വിശാല വിശ്വമായി നിൽക്കുകയാണ്. ഇതാണ് പണി. ഇത്രയേ പണിയുള്ളൂ. ഇത്ര മാത്രമേ ഇതിന് പണിയുള്ളൂ. ഇതിൽ നിന്ന് പിൻവലിഞ്ഞാൽ സ്വസ്തിയായി. എത്ര കണ്ട് വിഷയങ്ങളെ കൂട്ടി പോകുന്നുവോ അറിയാതെ അത്ര കണ്ട് അജ്ഞാനത്തിലേക്ക് പോവുക. എത്ര കണ്ട് ഇതിലേക്ക് തിരിച്ചു മടങ്ങുന്നുവോ അത്ര കണ്ട് ജ്ഞാനത്തിലേക്ക് എത്തുക. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് പ്രാചീനരുടെ ചിന്തയൊന്നുമല്ല ആധുനികർ പഠിക്കുന്നത്. തിരിച്ചറിഞ്ഞിട്ട് ഉണ്ടായ പ്രപഞ്ചം നടക്കട്ടെ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം നടക്കട്ടെ, ഉണ്ടാക്കുന്ന പണി ഇല്ല. അവന് മാത്രമേ ശാന്തി ഉണ്ടാവും.